Welcome to Triple Profit Analytics Weekly Stock Market View dated 8th June. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 10th ജൂൺ മുതൽ 14th ജൂൺ വരെയുള്ള വീക്കാണ്. എന്തായാലും വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാഴ്ച കടന്നു പോയിരിക്കുകയാണ്. നമുക്കറിയാം കുറേയധികം മാസങ്ങളായിട്ട് തന്നെ മാർക്കറ്റ് ഇലക്ഷൻ്റെ ടെൻഷനിലായിരുന്നു. ഇലക്ഷനോടനുബന്ധിച്ചുള്ള പുതിയതായിട്ടുള്ള ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റാണ് ഇലക്ഷന് ശേഷം വരിക എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സാറ്റർഡേയിൽ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ NDAക്ക് ഒരു 320 സീറ്റ്സോളം ലഭിക്കും, കറണ്ട് ഗവൺമെൻറ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മളും അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിനുശേഷം പക്ഷേ നമ്മൾ കണ്ടു ഈ എക്സിറ്റ് പോൾസ് എല്ലാം വന്നപ്പോൾ NDAക്ക് 350ക്കും 390ക്കും ഇടയ്ക്കൊക്കെ ഉള്ള ഹ്യൂജ് മെജോറിറ്റി ലഭിക്കും എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോൾസ് എല്ലാം വന്നപ്പോഴാണ് നമ്മൾ മൺഡേ മാർക്കറ്റ് നിഫ്റ്റി ഒരു 733 പോയിൻറ്റ്സിൻ്റെ ഒരു വലിയൊരു റാലി നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായില്ല. അന്ന് തന്നെയാണ് നിഫ്റ്റി പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ളൊരു 23,338 എന്നുള്ളൊരു പുതിയൊരു ലൈഫ് ടൈം ഹൈയും കുറിച്ചത്. അതിനുശേഷം പക്ഷേ നമ്മൾ ട്യൂസ്ഡേയിൽ റിയലായിട്ടുള്ള കൗണ്ടിങ് തുടങ്ങിയപ്പോൾ കാര്യമായിട്ടുള്ള ഈ എക്സിറ്റ് പോൾസിൻ്റെ അതിൽ വന്നിരുന്ന ഔട്ട്കമ്മിനേക്കാളൊക്കെ വളരെ വ്യത്യാസമായിട്ട് NDAക്കുള്ള ഭൂരിപക്ഷം കുറഞ്ഞ് വരുന്നത് കണ്ടപ്പോഴാണ് മാർക്കറ്റ് വലിയ രീതിയിൽ ഫ്ലക്ച്വേഷനിലേക്ക് മൂവ് ചെയ്തത്. അന്ന് നമുക്ക് കാണാം നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 1379 പോയിൻറ്റ്സിൻ്റെ ഒരു ലോസോടുകൂടിയാണ്. ഇൻട്രാഡേയിലും വലിയൊരു ഫ്ലക്ച്വേഷൻസൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ അന്ന് ട്യൂസ്ഡേ വൈകിട്ടായപ്പോഴേക്കും ഒരു 290+ സീറ്റ്സിൻ്റെ ഭൂരിപക്ഷം എന്തായാലും NDAക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡായി. അതുകൊണ്ട് തന്നെ വെഡ്നെസ്ഡേയിൽ നമ്മൾ 735 പോയിൻറ്റ്സിൻ്റെ ഒരു റീബൗണ്ട് മാർക്കറ്റിൽ നമ്മൾ കണ്ടു. അതിനുശേഷം ഫ്രൈഡേയിൽ നമ്മൾ വീണ്ടും ഒരു 468 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അത് കാരണം ഫ്രൈഡേയിൽ നമുക്ക് വീണ്ടും പ്രൈം മിനിസ്റ്ററായിട്ട് നരേന്ദ്രമോദി തന്നെ വരും എന്നുള്ള ഒരു കാര്യം കൺഫേംഡ് ആയപ്പോൾ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ ടോട്ടൽ നെറ്റ് കഴിഞ്ഞ വീക്കിൻ്റെ ഒരു ചേഞ്ച് നോക്കുകയാണെങ്കിൽ 759 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ സത്യത്തിൽ നിഫ്റ്റി ലൈഫ് ടൈം ഹൈനേക്കാളും ജസ്റ്റ് 48 പോയിൻറ്റ്സ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഒരു പോസിറ്റീവായി തന്നെയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിനെ കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ അന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന അന്ന് ഞങ്ങൾ ഒരു 2 മണിയോടുകൂടി ആ ഹെവി ഫ്ലക്ച്വേഷൻ ഇടയിൽ ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങളൊരു മെസ്സേജ് അയക്കുകയുണ്ട്. ഞാൻ ആ മെസ്സേജ് റീഡ് ഔട്ട് ചെയ്യാം. മാർക്കറ്റ് ഈസ് ഗോയിങ് ത്രൂ ഹെവി വൊളാറ്റിലിറ്റി ഡ്യൂ ടു ഇലക്ഷൻ റിസൾട്ട്സ്. As we are investors, we have to ignore the volatility and hold our investments with patience. In few days, market will realize that there is no much change happened due to this election result and come back to normalcy. എന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾ അയക്കുകയുണ്ടായി. ഓൾമോസ്റ്റ് അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും ഈ കറണ്ട് ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വളരെ നോർമലായിട്ടുള്ളൊരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ പ്രസൻറ്റ് ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതാണ് എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തിനും അതുപോലെ കറണ്ട് പോളിസീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാനും നല്ലത്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷമാണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ്റിൽ ചേഞ്ച് വരുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ട്യൂസ്ഡേയിൽ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള ഫോളൊക്കെ കണ്ടുമില്ല. അപ്പോൾ ആ ഒരു കറക്ഷനും പിന്നീട് നമ്മൾ പുതിയ ഗവൺമെൻറ് വരുന്നത് വരെയും ഒക്കെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്ത് 3 മാസമോ അല്ലെങ്കിൽ 4 മാസമൊക്കെ ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാർക്കറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇനിയും
ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം പല ഇൻവെസ്റ്റേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളിനി പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് വറീഡ് ആവേണ്ട. അടുത്ത 5 കൊല്ലത്തേക്കും ഈ ഗവൺമെൻറ്, എൻ ഡി എ ഗവൺമെൻറ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ TDP ആണെങ്കിലും അല്ലെങ്കിൽ നിതീഷിൻ്റെ പാർട്ടിയാണെങ്കിലും രണ്ടും പ്രീപോൾ അലയൻസിലുണ്ടായിരുന്ന പാർട്ടികൾ തന്നെയാണ് NDAയിൽ ഉള്ളത്. അല്ലാതെ മുമ്പെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൽ പലപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇലക്ഷന് ശേഷം ഫോം ചെയ്യുന്ന കോയലേഷൻ ഗവൺമെൻറ് വരുമ്പോഴാണ് അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് പ്രീപോൾ അലയൻസാണ്. അതുകൊണ്ട് തന്നെ NDA എന്നുള്ള അലയൻസ് തന്നെയാണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം TDPക്ക് ആണെങ്കിൽ ഒരു 16 സീറ്റ്സും നിതീഷിൻ്റെ പാർട്ടിക്കാണെങ്കിൽ ഒരു 12 സീറ്റ്സുമാണ് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് TDPയെ വളരെ നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ നിന്നുള്ള ബാബു നായിഡുവിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു CEO-ൻ്റെ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു അവരുടെ ആന്ധ്രയ്ക്ക് ഒരു പുതിയൊരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് കുറേയധികം ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എടുക്കുകയും അതേസമയം കുറേയധികം കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്റ്റാൻഡായിരിക്കും ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും സ്വീകരിക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രത്യേകിച്ചും നമുക്കറിയാം 2 പാർട്ടികൾ ആ സ്റ്റേറ്റുകൾ ഭരിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഇനി എന്തുണ്ടാകും എന്നുള്ളൊരു ടെൻഷൻ ആയിട്ട് ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിലേ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. നമ്മൾക്കിനി ഒരു ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി 5 കൊല്ലത്തേക്ക് ഗവൺമെൻറ് കണ്ടിന്യൂ എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മുന്നേറുക എന്നുള്ളത് തന്നെയാണ്, കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇനി വറീഡ് ആവണ്ട എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ 2 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വറീഡ് ആവേണ്ട കാര്യമില്ല അല്ലേ. അത് നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഈ ഒരു ഡിസിഷനിലേക്ക് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ അതിൻ്റെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷനാണ്. സെൻസെക്സ് കഴിഞ്ഞ ഫ്രൈഡേയിൽ പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 76,795 ഫ്രൈഡേയിൽ ടച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെൻസെക്സും ഒരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 76,693 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും ലൈഫ് ടൈം ഹൈയിലേക്കാളും ജസ്റ്റ് 48 പോയിൻറ്റ്സ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ്റേതായ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വളരെ ഫേവറബിളായിട്ടാണ് മാർക്കറ്റ് കാണുന്നത് എന്നുള്ളതിന് വളരെ പ്രൂഫാണ് മാർക്കറ്റ് ഇപ്പോഴും ഹയർ ലെവലിൽ വന്ന് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിലുണ്ടായ വൊളാറ്റിലിറ്റി നമുക്കിനി ഇഗ്നോർ ചെയ്യാം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അതുപോലെ നമ്മൾ ഇൻ്റർനാഷണലായിട്ടൊരു വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു ആയിട്ടുള്ള മാർക്ക് മോബിയസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കൂ. മെജോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഈ കറണ്ട് ബുൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും സെൻസെക്സ് 1 ലാഖിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ 5 കൊല്ലം തികയുന്നതിന് മുമ്പ് സെൻസെക്സ് 1 ലാഖിലേക്ക് മൂവ് ചെയ്യും എന്നാണ് മാർക്ക് മോബിയസും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലോബലായിട്ടുള്ളൊരു വ്യൂവും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിനി സംശയിച്ച് നിൽക്കുകയല്ല വേണ്ടത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ഇനി കോൺഫിഡൻസോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ബജറ്റ് കഴിയട്ടെ എന്നോ അല്ലെങ്കിൽ ഓരോ മിനിസ്ട്രികൾ ആരൊക്കെയാണ് തീരുമാനിക്കട്ടെ എന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വറീഡായിട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അതെല്ലാം ചെയ്യാനായിട്ട് നമുക്കറിയാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റാണ്, അവർ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ മിനിസ്ട്രിയിൽ ആരൊക്കെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ബജറ്റ് നമുക്കറിയാം മാർക്കറ്റിന് ഫേവറബിൾ അല്ലാത്തൊരു കാര്യങ്ങളും ബജറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ
അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ചുള്ള കഴിഞ്ഞ വീക്കിലെ ഹ്യൂജ് വൊളാറ്റിലിറ്റി നോക്കുമ്പോൾ ഇതിന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു 759 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ വീക്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോർട്ട്ഫോളിയോയിൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ ചിലർ അന്ന് ചൊവ്വാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോൾ ഭയന്ന് വിറ്റവർ ഉണ്ട്. ചിലർ അവർ ഒഴിച്ച് ബാക്കി എല്ലാവരും യാതൊരു വിധത്തിലുള്ള ലോസും ഇല്ലാതെ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില പോർട്ട്ഫോളിയോ ചില സ്റ്റോക്കുകൾ ഒരു പക്ഷേ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ആ സ്റ്റോക്കുകൾ കയറി വരികയും ചെയ്യും. അപ്പോൾ അതേസമയം ട്രേഡേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഹ്യൂജ് ലോസിലാണ് പലരും ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം നമുക്കറിയാം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ കൂടുതലാണ് മൺഡേ മുകളിലേക്ക് കയറി പോയതെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേയിൽ മാർക്കറ്റ് വലിയ എക്സ്പെക്റ്റ് ചെയ്തതിലൊക്കെ വലിയൊരു ക്രാഷ് നടത്തി അതിന് ശേഷം തിരിച്ചു വന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് മുകളിലേക്ക് അതിനേക്കാളൊക്കെ ഉയരത്തിലേക്ക് മുകളിലേക്ക് കയറി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വൊളാറ്റിലിറ്റിയിൽ ട്രേഡേഴ്സ് ഹ്യൂജ് ലോസുകൾ ഉണ്ടാക്കാറുണ്ട്. കാരണം മാർക്കറ്റ് രണ്ട് സൈഡിലേക്കുമാണ് വൊളാറ്റലായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല ട്രേഡേഴ്സിനും ഹ്യൂജ് ലോസുകൾ ഉണ്ടാകും. നമ്മളൊരു പക്ഷെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിലൊക്കെ ഓപ്ഷൻ ട്രേഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ തന്നെ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ആയ പലരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക, സ്പെക്കുലേറ്റ് ചെയ്യാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് നേടണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പലപ്പോഴും ഇതുപോലെയുള്ള വൊളാറ്റിലിറ്റിയിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഒരു വർഷം അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓപ്ഷൻ ട്രേഡേഴ്സ് വളരെ ശ്രദ്ധിക്കണം. കാരണം വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്നവർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരികയും ക്യാപിറ്റൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉള്ള എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അതിൽ നമ്മൾ വീണ്ടും ക്യാപിറ്റൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലേക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. നിഫ്റ്റി കഴിഞ്ഞ വീക്കിലും ഒരു പുതിയ ലൈഫ് ടൈം ഹൈ മൺഡേ 23,338 ഒരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ലൈഫ് ടൈം ഹൈ 23,110 ആയിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് വലിയൊരു കറക്ഷനോട് 47,246 വരെയൊക്കെ കഴിഞ്ഞ വീക്കിൽ പോയെങ്കിലും തിരിച്ച് 53,194 തന്നെ വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കൂ, കഴിഞ്ഞ വീക്കിൽ ട്യൂസ്ഡേയിൽ വലിയൊരു കറക്ഷനിലൂടെ 14,966 ഒരു ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് 17,215 റീബൗണ്ട് ചെയ്ത് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ വൊളാറ്റിലായിരുന്നെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി റിവ്യൂവിൻ്റെ ഡിസിഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ റീപ്പോ റേറ്റ് 6.5% അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ RBI അടുത്ത ഈ വർഷത്തെ GDP ഗ്രോത്ത് 7% നിന്നും 7.2% അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള GDPയിലുള്ള റിവിഷനും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതെല്ലാം ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ GDP വന്നപ്പോൾ 7.8% GDP വന്നതും അതുപോലെ GDP എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8.2% ആണ് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യൂവും അതുപോലെ തന്നെ നമ്മളെ S&P ഇന്ത്യയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് സ്റ്റബിൾ എന്നുള്ള റേറ്റിംഗിൽ നിന്ന് പോസിറ്റീവായിട്ട് അപ്ഗ്രേഡ് ചെയ്തതും ഈ എല്ലാ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള
വർഷങ്ങളിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാതിരിക്കുക, സംശയിച്ച് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഇത്രയും നാളും ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യും. അതിലൂടെ കുറേ അധികം പ്രോഫിറ്റ് നേടാനായിട്ടുള്ള അവസരങ്ങൾ ഇനി അടുത്ത 5 വർഷം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ TDP വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ആന്ധ്രയിൽ അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ള ന്യൂസ് വന്നപ്പോൾ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളെല്ലാം വളരെ വലിയ റാലി നടത്തുകയുണ്ടായി. അതിൽ ആ സ്റ്റോക്കുകളിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഹെറിറ്റേജ് ഫുഡ്, KCP, അതുപോലെ അമരരാജ എനർജി, അവാന്തി ഫീഡ്സ്, ആന്ധ്ര സിമൻസ്, ആന്ധ്ര ഷുഗേഴ്സ്, അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ്, ആന്ധ്ര പെട്രോ കെമിക്കൽസ്, വിരാറ്റ് ക്രെയിൻ ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വീക്കിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ സ്റ്റോക്കുകൾ ഇനി വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് സ്റ്റോക്കുകൾ വീണ്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുന്നത് നല്ല ഒരു ഡിസിഷനായിരിക്കും. അതുപോലെ നമ്മൾക്കറിയാം കഴിഞ്ഞ ഗവൺമെൻറ് ലാസ്റ്റ് കുറേ ദിവസങ്ങളിൽ, കുറച്ച് മാസങ്ങളിൽ നമ്മൾ റെയിൽവേ സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായാലും. അപ്പോൾ അതിലൊരു വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന സ്റ്റോക്കായിരുന്നു RVNL എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 425 ലെവലിൽ നിന്നും 312 വരെയും കഴിഞ്ഞ വീക്കിൽ ഒരു വലിയ കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം 374 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ചാർട്ടിൽ കാണാം കഴിഞ്ഞ വീക്കിൽ ഒരു ഹെവി കറക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോക്കുകളൊക്കെ വലിയൊരു റാലി നടന്നതിന് ശേഷമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു റീബൗണ്ടിലും എൻട്രി ചെയ്യുന്നതിന് ശേഷം വീണ്ടും കുറെ കൂടെ ഡിപ്പിൽ എൻട്രി ചെയ്യുക എന്നുള്ള ഒരു തീരുമാനമായിരിക്കും നല്ലത്. കഴിഞ്ഞ ദിവസത്തിൽ എനിക്കൊരു ക്ലയൻറ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം അന്ന് ചൊവ്വാഴ്ചത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ക്രാഷിൽ ഇനി ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വരുമോ എന്നുള്ള ഭയന്ന് നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും RVNL വലിയ ക്രാഷിലൂടെ പോകുന്നത് കണ്ട് ഭയന്ന് അദ്ദേഹം RVNL വളരെ നല്ല പ്രോഫിറ്റിലായിരുന്നു. പക്ഷേ താഴെ ലെവലിൽ അദ്ദേഹം വിറ്റതിന് ശേഷം ആ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഈ ലെവലിൽ എൻട്രി ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് സംശയമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം, എന്തായാലും RVNL വളരെ അധികം റാലി ചെയ്തൊരു സ്റ്റോക്കാണ്. ഇനി ഒരു പുൾ ബാക്കിൽ കുറേ കൂടി നല്ല രീതിയിലുള്ള കറക്ഷൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എൻട്രി ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തന്നെയാണ് റെയിൽവേ സ്റ്റോക്കുകളിലെല്ലാം നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി. അതുപോലെ മറ്റൊരു സംശയം, ഇപ്പോൾ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ വീക്കിൽ മൺഡേ റാലി നടത്തിയെങ്കിലും പിന്നീട് കഴിഞ്ഞ വീക്കിൽ ഒരു കറക്ഷനിലൂടെയാണ് കടന്നു പോകുന്നുണ്ടായതല്ലേ. ഇപ്പോൾ നമ്മൾ കാണുന്നത് അദാനി പോർട്സിൻ്റെ ചാർട്ടാണ്. അദാനി പോർട്സും നമ്മൾ കണ്ടു 1621 എന്നുള്ളൊരു ഹൈ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് 1160 വരെയും വലിയൊരു ക്രാഷ് ആ സ്റ്റോക്ക് നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ വീക്കിൽ 1378 ലെവലിലേക്കാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹിഡൽബർഗിൻ്റെ ഇഷ്യൂ ഉണ്ടായ ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റോക്കിന് ഒരു 530 ലെവലിൽ നമ്മൾ അദാനി പോർട്സിൽ എൻ്റർ ചെയ്തതാണ്. എന്തായാലും അദാനി പോർട്സ് പക്ഷേ എന്തായാലും പുതിയ ഗവൺമെൻറ് വരുന്നതുകൊണ്ട് തന്നെ ഈ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾക്കെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയായിരിക്കും ഇനിയും അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് തന്നെ അദാനി പോർട്സ് എന്തായാലും ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ട് തന്നെ കാണാം. അപ്പോൾ അദാനി പോർട്സ് ഒരു ബൈ എന്നുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം 1600 ലെവലിൽ നിന്നുള്ളൊരു കറക്ഷന് ശേഷം. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് കണ്ട ഒരു സ്റ്റോക്കാണ് അവാന്തി ഫീഡ് എന്നുള്ള സ്റ്റോക്ക്. ഇത് ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ്. ചന്ദ്രബാബു നായിഡു അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വീക്കിൽ 8% മൂവ് ചെയ്ത് ഒരു 615 ലെവലിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അവാന്തി ഫീഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ്റെ ഭാര്യയൊക്കെ പ്രധാനപ്പെട്ട ഹോൾഡിംഗ് ഉള്ളൊരു കമ്പനിയാണ് ഹെറിറ്റേജ് ഫുഡ് എന്നുള്ള കമ്പനി. ഈ കമ്പനി കഴിഞ്ഞ വീക്കിൽ ഹ്യൂജ് റാലി നടത്തിയൊരു 661 ഒരു ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും.
ഈ സ്റ്റോക്കും ഒരു പുൾ ബാക്കിൽ നമുക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഹെറിറ്റേജ് ഫുഡ്. അതുപോലെ നമ്മൾ NCC എന്നുള്ള കമ്പനി, ഈ കമ്പനി കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിലുള്ളൊരു റാലിയിലൂടെ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിലും ഒരു 324 ലെവലിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NCCയും ബേസിക്കലി ഈ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ NCCക്ക് കുറേയധികം ഓർഡേഴ്സ് ഈ പുതിയ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ കമ്പനി വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NCCയും വളരെ പോസിറ്റീവായിട്ട് വരും ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലും ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് ബിക്കാജി ഫുഡ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കും വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന് വരും ദിവസങ്ങളിൽ നമുക്ക് 691 ലെവലിൽ നിന്ന് വീണ്ടും ഇനിയും പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ബിക്കാജി ഫുഡ്സ്. അതുപോലെ നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്, നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ശോഭ ഡെവലപ്പേഴ്സ്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 2000 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈക്ക് മുകളിലേക്ക് പോയി 2133 ലെവലിലൊക്കെ വന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 2086 ആണ്. ഇനിയും ഈ സ്റ്റോക്ക് ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ ഒരു ഡയമണ്ട് പിക്ക് 12A ആയിരുന്ന മോസ്റ്റിപ്പ് എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിലും വലിയൊരു റാലിയോടുകൂടി 188 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസ് മോസ്റ്റിപ്പ് ടെക്നോളജീസിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ 118% പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. കുറേയധികം ക്ലയൻസ് ഇപ്പോഴും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പലരും ഈ 100% പ്രോഫിറ്റ് എത്തിക്കഴിയുമ്പോൾ അവരെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്ത് ബാലൻസ് പോർഷൻ ഹോൾഡ് ചെയ്യുന്ന പോർഷനിൽ ഇപ്പോഴും മോർ ദാൻ 188%-ൻ്റെയൊക്കെ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള ഞങ്ങൾ ഫീഡ്ബാക്സുകൾ കുറേ പേര് നൽകുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റിപ്പും കുറേ കൂടി ഇനി മുകളിലേക്ക് പോകാം. അതുകൊണ്ട് അവരോട് അവരുടെ ഒരു റെക്കമെൻഡേഷൻ ഈ സ്റ്റോക്ക് അതിൻ്റെ ഈ പ്രോഫിറ്റ് പോർഷനും ഇനിയും ഹോൾഡ് ചെയ്യാവുന്നതാണ് എന്ന് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഒരു ഡയമണ്ട് പിക്ക്, പുതിയൊരു ഡയമണ്ട് പിക്ക് 23 ഞങ്ങൾ ജൂൺ മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഡയമണ്ട് പിക്ക് 23 പുതിയതായിട്ട് പ്രീ ബുക്കിംഗ് ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഡയമണ്ട് പിക്ക് 23ക്ക് പുതിയ ഗവൺമെൻറ്റൊക്കെ വരുന്നതോടുകൂടി തന്നെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കിനെയാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നൽകുന്നത്. അതുകൊണ്ട് പ്രീ ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്ത് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്കിനി ഞങ്ങളുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ കഴിഞ്ഞ വീക്കിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകൾ നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഹെറിറ്റേജ് ഫുഡ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 500 ലെവലിലായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 650 ലെവലിലേക്ക് ഒരു റാലി നടത്തിയപ്പോൾ ഒരു 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ സാധിച്ചു. അപ്പോൾ ഹെറിറ്റേജ് ഫുഡ്സിൽ പ്രോഫിറ്റ് നേടിയതിന് ശേഷം ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്കൊരു ഫീഡ്ബാക്ക് അയച്ചത് ഞാനൊന്ന് വായിക്കും. ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ ഗുഡ് പ്രോഫിറ്റ് ടുഡേ. ഐ ആം എ സ്വിംഗ് ഡെലിവറി കസ്റ്റമർ ആൻഡ് ഓൾസോ ബോട്ട് ഡയമണ്ട് പിക്ക് 22. I accumulated 750 shares of Heritage Food on your swing delivery recommendation with an average price of 368. Subsequently got 300 shares as right shares, making the total number of shares 2050. On 7th June 2024, sold 750 shares at 601 and booked a profit of 1,75,000 and holding the right shares which is trading at 661, and my total profit will be 3,72,000. Your teaching on holding shares with patience helped me to accumulate the profit. Thank you, and thanks to you and your team. അദ്ദേഹം ഹെറിറ്റേജ് ഫുഡിൻ്റെ കഴിഞ്ഞ വീക്കിൽ ഉള്ള റാലിയിൽ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചൊരു ക്ലയൻറ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ഹെവി ആയിട്ടൊരു റാലി നടത്തിയൊരു സ്റ്റോക്കാണ് NCCയിലും ഞങ്ങളുടെ ഒരു സിംഗിൾ ഡെലിവറി റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് ഞങ്ങൾ 286 ലെവലിലാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 325 മൂവ് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ അശോക് ലൈലൻഡ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 185 ലെവലിലായിരുന്നു. ഈ സ്റ്റോക്ക് 235 മൂവ് ചെയ്തപ്പോൾ ഒരു 27% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അതുപോലെ ഗെയിൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 170 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 215 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 26% ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഞങ്ങളുടെ ഒരു സുപ്രജിത്ത് എന്നുള്ള സ്റ്റോക്ക്, സുപ്രജിത്ത് 375 ലെവലിലായിരുന്നു ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്.
ഈ സ്റ്റോക്ക് ഒരു 470 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സുപ്രജിത്തിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ CI ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 475 ലെവലിലായിരുന്നു. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്കിൽ ഞങ്ങൾക്കൊരു 540 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ സുദർശൻ കെമിക്കൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 680 ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഒരു കഴിഞ്ഞ വീക്കിൽ 890 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സുദർശൻ കെമിക്കൽസിന് സാധിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ബിക്കാജി ഫുഡ്സ് 27% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. കേന കൺസ്ട്രക്ഷൻസ് 23% ഉയർന്നും. അവാന്തി ഫീഡ്സ് 21% ഉയർന്നും. ഇമാമി 18% ഉയർന്നും. IRB 17% ഉയർന്നും. പ്രാജ് ഇൻഡസ്ട്രീസ് 17% ഉയർന്നും. അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി 17% ഉയർന്നും. മസ്റ്റാക്ക് 15% ഉയർന്നും. IIFL ഫിനാൻസ് 15% ഉയർന്നും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 14% ഉയർന്നും. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് 14% ഉയർന്നും. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ 13% ഉയർന്നും. റേമണ്ട് 13% ഉയർന്നും. NCC 13% ഉയർന്നും. തേജസ് നെറ്റ്വർക്ക് 13% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് അടുത്ത ആഴ്ചയിലും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. കാരണം എല്ലാ സ്റ്റോക്കുകളും ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,718.4 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,578.7 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തത് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ വലിയ വൊളാറ്റിലിറ്റിയോടുകൂടിയാണ് ട്രേഡ് ചെയ്തത്. മൺഡേ നമ്മൾ കഴിഞ്ഞ 31 നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 22,530 എന്നുണ്ടെങ്കിൽ മൺഡേ നമ്മൾ ഒരു ന്യൂ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 23,338 ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അതിനുശേഷം നിഫ്റ്റി 733 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ട്യൂസ്ഡേയിൽ റിസൾട്ട് ഡേയിൽ നിഫ്റ്റി 1,379 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 5th ജൂണിൽ 735 പോയിൻറ്റ്സ് വീണ്ടും ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 6th ജൂണിൽ 201 പോയിൻറ്റ്സ് കൂടെ ഉയർന്നു. അതിനുശേഷം 7th ജൂണിൽ 468 പോയിൻറ്റ്സ് കൂടെ ഉയർന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ 759 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ കാണാൻ നമുക്ക് ജൂൺ മന്തിൽ 759 പോയിൻറ്റ്സ് ആഡ് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. 200 DMA വരുന്നത് 21,164ലും 100 DMA വരുന്നത് 22,211ലും 50 DMA വരുന്നത് 22,477ലും 20 DMA വരുന്നത് 22,618ലുമാണ്. അത് നമുക്കിതിൽ ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നു. നിഫ്റ്റിയുടെ ഈ പ്രധാനപ്പെട്ട DMAസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് 200 DMAക്ക് അടുത്ത് വരെയും ആ കറക്ഷൻ സമയത്ത് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതുപോലെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഈ ഡെയിലി മൂവിങ് ആവറേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുക. ആ ലെവലുകളായിരിക്കും പലപ്പോഴും ഒരു സപ്പോർട്ടുകളായിട്ട് നിൽക്കുക എന്നുള്ളത് ഓർക്കുക. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. നമ്മൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,636ലായിരിക്കും. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കും 23,153, 23,777, 24,433, 24,694, 26,049 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 22,636ന് താഴെ സപ്പോർട്ടുകളായിരിക്കും 22,487, 21,864, 21,197, 20,579 എന്നീ ലെവലുകളായിരിക്കും. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വീക്കിലി റേഞ്ചിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം കഴിഞ്ഞ വീക്കിൻ്റെ ആ കറക്ഷൻ സമയത്ത് നിഫ്റ്റിയുടെ ലോവർ നമ്മുടെ റേഞ്ചായിരുന്നു 21,477 ആയിരുന്നു. ആ ലെവല് മാർക്കറ്റിൻ്റെ ആ കറക്ഷനിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുന്നതിൻ്റെ പലപ്പോഴും ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് അവിചാരിതമായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ ഫ്ലക്ച്വേഷൻസിൽ സപ്പോർട്ട് ലഭിക്കുക ഇങ്ങനെയുള്ള വീക്കിലി റേഞ്ചിൻ്റെ ലെവൽസ് ആയിരുന്നു. അതുപോലെ നമുക്ക് ഇപ്പോൾ കാണുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന വീക്കിലി റേഞ്ചാണ്. അപ്പർ റേഞ്ച് 24,433 അതുപോലെ ലോവർ റേഞ്ച് 21,864 ആണ്. നമ്മുടെ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,636 തന്നെയായിരിക്കും. അടുത്തത് നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. എന്തായാലും എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്
ഇനി ഇലക്ഷൻ്റേതായിട്ടുള്ള ടെൻഷൻസും അൺസർട്ടനിറ്റീസും എല്ലാ മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് വേണം ഇനിയുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത്. വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ മാർക്കറ്റ് നമുക്ക് നൽകും. നമ്മൾ കഴിഞ്ഞ 5 വർഷവും ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിലും ക്ലയൻസ് ആണെങ്കിലും പലരും ഡയമണ്ട് പിക്സിൽ നിന്നൊക്കെ കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പല ക്ലയൻസും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിലൂടെ ആയാലും വെൽത്ത് റെക്കമെൻഡേഷൻസിലൂടെ ആയാലും യൂട്യൂബിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്ന റെക്കമെൻഡേഷൻസിലൂടെയൊക്കെ ഹ്യൂജ് പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ ക്ലയൻസും വ്യൂവേഴ്സും നേടിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും ക്വാളിറ്റി സ്റ്റോക്കുകളിൽ നിന്നുകൊണ്ടാണ് പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളിലൂടെ അവരുടെ പ്രോഫിറ്റ് എല്ലാം കാര്യങ്ങൾ പ്രോഫിറ്റും അതുപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ എല്ലാം അനലൈസ് ചെയ്ത് വളരെ നല്ല കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് നേടിയിരുന്നത്. പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനീസിൽ നമ്മൾ എന്തുകൊണ്ടാണ് അധികമായിട്ട് റെക്കമെൻഡേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കൊടുക്കാതിരുന്ന സ്റ്റോക്കുകൾ മൂവ് ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം പബ്ലിക് സെക്ടർ കമ്പനീസ് നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ ഹെവി ആയിട്ട് കറക്റ്റ് ചെയ്യുന്നത് കണ്ടുപോലും. അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ഷൻസിൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇവൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഹെവി ആയിട്ട് കറക്റ്റ് ചെയ്യും എന്നുള്ളതും, അപ്പോൾ അത് ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുക്കാതിരിക്കുക എന്നുള്ള സ്ട്രാറ്റജി ട്രിപ്പിൾ പ്രോഫിറ്റ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ മൂവ് ചെയ്യുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് ഇനി വളരെ നല്ല രീതിയിലുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസിലേക്ക് കടക്കുകയാണ്. ഈ ഇലക്ഷൻ്റെ ഒരു അൺസർട്ടനിറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറി. 100%ഉം ഈ ഇലക്ഷനോടനുബന്ധിച്ചുണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി മാറി എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 23 ഞങ്ങൾ ജൂൺ മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ സ്റ്റോക്കിനെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള വളരെ നല്ലൊരു ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് അവാന്തി ഫീഡ്സ് ആണ്. ഈ സ്റ്റോക്ക് ഒരു 615 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് ഈ ലെവലിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ ഒരു 680 ആണ് അടുത്തായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ടുള്ള സ്റ്റോക്ക് രാംകോ സിമൻസ് ആണ്. ഈ സ്റ്റോക്ക് ഒരു 831 ലെവലിലേക്കാണ് ഒരു ബ്രേക്ക് ഔട്ടോട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് ഇതിന് മുകളിലൊരു റെസിസ്റ്റൻസ് ലെവലുള്ളത് 915 ആണ്. അതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് രാംകോ സിമെൻ്റ് ആണ്. അതുപോലെ നമുക്ക് ഈ വീക്കിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ടെക് മഹീന്ദ്ര, ഭാരതി എയർടെൽ, ഇമാമി, സുസ്ലോൺ എനർജി, അതുപോലെ തന്നെ സൈരിഗമ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും വളരെ നല്ല രീതിയിലൊരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ടോട് ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.